ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നല്ല ടേസ്റ്റോട് കൂടിയ ക്യാരറ്റ് തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ തോരൻ ഉണ്ടാക്കാൻ നമുക്ക് വലിയ 2 ക്യാരറ്റും ഒരു വലിയ സവാളയുമാണ് വേണ്ടത്. എന്നിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്കതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. 1/4 കപ്പ് തിരുമിയ തേങ്ങയിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ഗാർലിക് പൗഡർ 1/4 ടീസ്പൂൺ. ഫ്രഷ് ആയിട്ടുള്ള ഗാർലിക് ഉണ്ടെങ്കിൽ ഒരു 2 അല്ലിയൊക്കെ ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്കത് ഒന്നുകൂടെ ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കണം. ഇതിനു മുന്നേ ബീട്രൂട്ട് വെച്ചിട്ടുള്ള തോരൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തു. ഇതേ രീതിയിൽ കുറച്ച് തരിതരിപ്പോട് കൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. നമുക്ക് പാൻ വെച്ചിട്ട് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായതിനു ശേഷം, നല്ല തണുപ്പായതിനാലാണ് വെളിച്ചെണ്ണ ഇങ്ങനെ ഇതേ രീതിയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ അത് നല്ല മെൽറ്റായി. ഈ സമയം നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. ഇത് ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലയാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും സവാളയും ഒക്കെ അതിലോട്ട് ചേർക്കാം. എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പൊക്കെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിലൂടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇതതിൻ്റെ കറക്റ്റ് ഉപ്പുണ്ടാവും ഇതേ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് അതെല്ലാം ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം 2-3 മിനിറ്റ്. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. എന്നാൽ അത് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡാവുകയും അത് ശരിയായി വരില്ല. അടച്ചു വെച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മൂടി തുറന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. എന്നാലും അത് നല്ല സോഫ്റ്റായി വരികയുള്ളൂ. ഏകദേശം അത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ചേർത്ത സവാളയിലുള്ള വെള്ളം ഇറങ്ങി ഇത് നല്ല വേകുകയും കൂടാതെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കൂട്ട് അതിലോട്ട് ചേർക്കാം. കൂട്ട് ചേർത്തിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതേ രീതിയിൽ ഉള്ളതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ള തോരൻ ഉണ്ടാക്കുന്നതിനേക്കാളും നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. കൂടാതെ ഇത് നല്ല ഹെൽത്തിയുമാണ്. ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. ക്യാരറ്റ് ഞാൻ അധികം അങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ഇതേപോലെ ക്യാരറ്റ് തോരൻ ഉണ്ടാക്കിയാണ് കൂടുതലും കഴിക്കാറ്. ഓണസദ്യയിൽ വിളമ്പാനും ഈ ക്യാരറ്റ് തോരൻ നല്ലതാണ്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിനു മുന്നേ കുറേയേറെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഫ്രണ്ട്സ്, ഇതുവരെ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇനി കൂടുതൽ സപ്പോർട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. ക്യാരറ്റ് വെച്ചിട്ട് കുറേയേറെ ഡിഷസൊക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നിനും സമയമില്ലാത്തത് കൊണ്ടാണ്. ക്യാരറ്റ് പായസം, അതുപോലെ തന്നെ ക്യാരറ്റ് പുഡിങ്, ക്യാരറ്റ് ഹൽവ. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. കൂടാതെ ഷെയർ ചെയ്യാനും റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.